ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ടൂറിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഡൽഹിയിൽ തന്നെയാണ്. ഡൽഹിയിൽ അക്ഷർധാം, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാണാൻ ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്ന്. ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രിപ്പ് ഇറങ്ങുന്ന ലാസ്റ്റ് ദിവസമാണ്. നാളെ രാവിലെയാണ് നമ്മുടെ ട്രെയിൻ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. അതായത് മെയ് 4 കയറി കഴിഞ്ഞാൽ മെയ് 6 രാവിലെ ആകുമ്പോഴാണ് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഡൽഹിയിൽ തന്നെയാണ് ഫുള്ള് കറങ്ങുന്നത്. നല്ല ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഇനി നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അക്ഷർധാമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ, വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിൾ എന്നാണ് പറയുന്നത്. ആദ്യം ഇതായിരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ അമ്പലം എങ്ങനെയുണ്ട് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് രാവിലെ തന്നെ അക്ഷർധാം ടെമ്പിളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അക്ഷർധാം ടെമ്പിളാണ്. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചപ്പോൾ 150 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കിനി അക്ഷർധാം ടെമ്പിളിലേക്ക്. നമ്മളിപ്പോൾ 9:45 അക്ഷർധാമിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ 10 മണിക്കാണ് അമ്പലം തുറക്കുള്ളൂ. 10 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. ഇപ്പോൾ അതാണ് അമ്പലം. കണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിലൊന്നും. ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം ഇവരുടെ തന്നെയാ. ന്യൂയോർക്കിൽ, ന്യൂ ജേഴ്സിയിൽ അക്ഷർധാം തന്നെ. നല്ല ദൂരം നടക്കാനുണ്ട്, അതുകൊണ്ട് സൈക്കിൾ റിക്ഷയിൽ കയറാണ്. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ സൈക്കിൾ റിക്ഷയിൽ കയറി പോണത് ഇതേപോലെ ഈ പുള്ളില്ലേ ഒരുപാട് നടക്കാനില്ലാട്ടോ, അത് അവിടെ വരെ നടക്കണ്ടായുള്ളൂ. അന്നെന്തേലും ആവട്ടെ. ആരാ പറഞ്ഞത്? ആ കാണാണ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് നടന്നു പോണം. ഗായ്സ്, അവിടെ നിന്ന് ആകെ ഇച്ചിരിയാണ് കൊണ്ടുവരുള്ളൂ, വളരെ ചെറുതായിട്ട്. ഇവിടം വരെ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായോ? എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ സവാരി? ഒക്കെ എൻജോയ് ചെയ്തോ? അതാണ് നമ്മുടെ ലോകത്തിലെ ടെമ്പിളുകളിൽ ഒന്നായ ടെമ്പിൾ അക്ഷർധാം. റോഡിലൂടെ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ കാറിലൊക്കെ വരാം, ബൈക്കിലൊക്കെ വരാം. ബൈക്കിന് 30 രൂപ പാർക്കിംഗ് ഫീസ്, കാറിന് 50 രൂപ, മിനി വാനിനൊക്കെ 75, ബസ്സിന് 150. പിന്നെ ഇവിടെ ബാഗ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാഗ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഇത് ഉള്ളിലേക്ക് കയറി. ഇനി അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. ഇവിടെ ഫുൾ ബാരിക്കേഡ് കെട്ടി വെച്ചിരിക്കുകയാണ്, എന്തോ സെക്യൂരിറ്റി റീസൺസ് ആൻഡ് എന്തോ VIP കമ്മിങ് ഒക്കെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ നടന്ന് അക്ഷർധാം ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ അക്ഷർധാം ടെമ്പിൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ ഫോണും ക്യാമറയും ബാഗും എല്ലാം ഇവിടെ മേടിച്ചു വെച്ചു, അതുകൊണ്ട് ഇവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം വെച്ചിട്ട് വേണം പോകാൻ. ഗായ്സ്, നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഉഗ്രസൻ കി ബാവ്ലി.
എന്തോ ഹോണ്ടഡ് പ്ലേസോ ഹൊറർ പ്ലേസോ എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഗൈസ് ഇതാണ് സ്ഥലം. സ്വാതി എവിടെ? അത് എന്ത് സ്ഥലമാണത്? ഹോണ്ടഡാ? മലയാളികളാ? സ്ഥലം പറ. നീ എന്താ പറഞ്ഞല്ല? ഹോണ്ടഡാ ഹൊററാ? ഗൈസ് ഹോണ്ടഡാന്ന് തോന്നുന്നു. കണ്ട ഗൈസ്, അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രേതം പിടിക്കും. അപ്പോൾ രാത്രി വരണം. പിന്നെ എന്തിനാ ഇപ്പോൾ രാവിലെ കൊണ്ടുവന്നത്? അവിടെ അല്ല രോഹിത്തെ, രാത്രി വന്നല്ലേ പ്രേതത്തിനെ കാണാൻ പറ്റുള്ളൂ. ആ അവിടെ ജയിലിട്ട് കൊന്നവരുടെ പ്രേതമായിരിക്കും. ഇതാണ് സ്ഥലം. ഉഗ്രസൻ കബാബ്. ഇവിടെ കുറെ പ്രാവുകളുണ്ട്. ഇത് പണിതത് മഹാരാജ അഗ്രസൻ എന്ന് പറയുന്ന ആളാണ്. 14th century സൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ബൈ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണ്. ഇത് 105 സ്റ്റെപ്സ് ഉണ്ട് ഈ ഒരു കുളത്തിൽ. പിന്നെ സ്റ്റെപ്പ് മെയ്ഡ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ കല്ലും മണ്ണും എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്റ്റെപ്പ് വെൽസ് ഓഫ് ഡൽഹി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഹുമയൂൺ സ്റ്റോംബ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. നമ്മളെല്ലാവരും ഇവിടെ എത്തി. ഇനി ജ്യോതിയും സലളിനൊക്കെ എത്താനുണ്ട്. ഓരോ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് ഇന്ത്യൻസിനുള്ള ടിക്കറ്റ് പ്രൈസ്. ഫോറിനേഴ്സ് ആകുമ്പോൾ 600 രൂപ വരും. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ ഇരിപ്പായി. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ടോമിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിക്കോ? എന്താ ഇവിടുത്തെ കഥ? എന്താ ആരേത്? ഹുമയൂണാരാ? സമയത്ത് ഹുമയൂൺ ചക്രവർത്തിയുടെ മോൻ സുഖമില്ലാണ്ട് കിടക്കുക, മരിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞ് എൻ്റെ ജീവൻ അങ്ങ് എടുത്തോ, എൻ്റെ മകൻ്റെ ജീവൻ കൊണ്ടുപോകരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ്റെ ജീവൻ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു കഥ കേട്ടിട്ടുള്ളത്. എനിക്കറിയാമല്ല. അങ്ങനെ വന്ന ടോംബാണത്. ജീവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല നിർത്തിയിരിക്കണതാണ്. അങ്ങനെ കുഴിച്ചിട്ടേക്കണ ആയിരിക്കണം. ഇത് ഹുമയൂൺ ടോമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. കുത്തനെയുള്ള കയറ്റം കണ്ടോ. അവിടെ കയറി വരുമ്പോൾ ഇവിടെ പുറത്ത് കുറേ ടോംബുകൾ കാണാം. എങ്ങനെയാണോ ഇനി ഇതാണ് ഹുമയൂൺ ടോം. ഇവിടെയൊക്കെ ഉണ്ടാവട്ടെ ജ്യോതിയൊക്കെ ഇവിടെ നമുക്ക് ഡാൻസ് കളിക്കാൻ കാണാൻ പറ്റും. നോക്കാം. ഇവിടെയല്ല, ഇതിലെ വഴിയുണ്ടോ? ഇവിടെയും കുറെ കല്ലറുകൾ. വാവ്. ഇരിക്കണ വെല്ലുമിച്ചിയൊക്കെ. സൈവ സൈവ സൈവ
तू इधर है ഗായ്സ് ജ്യോതിനെയൊക്കെ കണ്ടുപിടിച്ചു ജ്യോതി അവര് നമ്മളവരെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് മച്ചാമാരെ ഇവിടെ വന്നിരുന്ന ഡാൻസ് കളിക്ക് അവര് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പറ നിങ്ങളുടെ അപ്പറ ഗായ്സ് ഇതാണ് ഹുമയൂൺ ടോമിൻ്റെ ഉൾവശം ഇവിടെയാണ് ആളെ കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അമ്മാമ്മയും വലിയപ്പച്ചയൊക്കെ ഹുമയൂൺ സ്റ്റോംബ് കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് തൊഴുതാന്ന് പറഞ്ഞ ഹുമയൂണിനെ തൊഴുതാന്ന് പറഞ്ഞാൽ മതി. ഇതാണല്ലോ ആ ഇത് ഇവിടെയാണ്. ആയിരത്തി 1560 ആ കാലഘട്ടത്തിൽ ബിൽറ്റ് ചെയ്തതാണ്. അതായത് അക്ബർ ചക്രവർത്തിയാണോ അത് ഉണ്ടാക്കിയത് ഹുമയൂണിന് വേണ്ടി. അക്ബറിന്റെ മുത്തച്ഛനാണോ? അച്ഛൻ അച്ഛൻ ഫസ്റ്റ് നമ്മുടെ ഈ ഡൽഹിയിൽ ഇതുപോലെ ആക്കിയെടുത്തത് ഹുമയൂണാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അക്ബർ ചക്രവർത്തി നല്ലതായിരുന്നല്ലോ. ഡൽഹിയിലെ ഈ രൂപത്തിലാക്കിയെടുത്തത് ശരിക്കും അതുകൊണ്ട് അതായത് മുഗൾ എംപറർ മുഗൾ രീതിയാണ്. മുകളിലേക്ക് നോക്കണം. മുഗൾ വംശജരുടെയാണ് ഇങ്ങനെയുള്ള കമാനങ്ങൾ ആകൃതികളാണ്. ഇതെല്ലാം മുഗൾ എംപററുടെ ഭരണകാലത്താണ്. മുഗൾ ഓരോ വർഗ്ഗങ്ങളും ഓരോ ഇത് കാണണം. ഷാ ഖാൻ അങ്ങനെയൊക്കെയാണ് മുഗൾ എംപററുടെ വർഗ്ഗങ്ങൾ. ഡൽഹിനെ ഇതുപോലെ ആക്കിയെടുത്തവരാണ്. അതിനുമ്പോൾ ചുമ്മാ അത് പലതരം വേറെ ടൈപ്പിൽ കിടന്ന മറ്റേ പരീക്ഷത്ത് രാജാവ് അങ്ങനെ അവരൊക്കെ ഇവിടെയാണ്. ഇവിടെ വേറെ കുറേ കല്ലറകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാണെന്നറിയില്ല. ആരാവിടെ ഇതിലെ വാ. എന്റെ അമ്മയുടെ തറവാടിന്റെ ഭാഗത്ത് ഇപ്പൊ നമ്മളാ കാണാൻ പോയ അതല്ലെങ്കിലും ആദ്യം കല്ലുവട്ടം മട ഉണ്ടാക്കിയ പിന്നെ അതിൽ നിന്ന് കാണാൻ. അതായത് നമ്മുടെ കംസന്റെ അച്ഛൻ ഉഗ്രസേനല്ലേ, അതിനെ കംസൻ തടവിലാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ കിണറാന്നാ പറയണത്. മകനോ? ആ കംസൻ. ഇതും ചിലപ്പോ മകൻ ഉണ്ടാക്കിയ ഇത് അക്ബർ ഉണ്ടാക്കിയതാണ്. മകൻ അക്ബർ ചക്രവർത്തിയുടെ മോനാ ആയിരിക്കും. ഹുമയൂണാണ് ഇന്ത്യയിൽ ഇതുപോലെ ആക്കിയത്. വേറെ പേരാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത്. ഓരോരുത്തർ വരുമ്പോഴും അവർ മറ്റുള്ള മോഹനൊക്കെ ഉണ്ടാക്കി വെക്കണുണ്ട്. കുറച്ചൊരു ഞാനാണോ ഏറ്റവും വലിയ സ്റ്റെപ്പൊക്കെയാണ് ഇവർ ഇറങ്ങിയത്. അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ആളാ. അപ്പൊ മല കയറണം. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ജീവൻ എടുക്കില്ലെന്ന് പറഞ്ഞ അച്ഛൻ അക്ബറുടെ ജീവൻ എന്ന് പറയാൻ എന്റെ ജീവൻ എടുക്കും. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ എണ്ണ ഇടൂല. അപ്പൊ ഇതുവരെ ആൾക്കാർ കാണാൻ പറ്റില്ലേ. പൈസ ഇല്ല നമ്മുടെ ഇതുപോലെ പണിയാൻ. അങ്ങനെ പറഞ്ഞിട്ടല്ല, അങ്ങനെ നമ്മള് രാജ്യത്തിനൊന്നും ചെയ്തിട്ടില്ല. കാണാനൊന്നും പറ്റൊന്നുമില്ല. എന്താ ദൈവമേ. അപ്പത്തേ നമ്മള് ഹ്യൂമയൂൺ സ്റ്റോംബ് കണ്ട് പുറത്തിറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമയൂൺ സ്റ്റോംബ് കണ്ട് ഇനി രാഷ്ട്രപതി ഭവൻ, പാർലമെൻറ്റ്,
കാൻസ് മാർക്കറ്റ് അഥവാ ചോർ ബസാർ അതൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഹ്യൂമൻ സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞു. നമ്മൾ രാഷ്ട്രപതി ഭവൻ പിന്നെ പാർലമെൻറ്റൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓപ്പോസിഷനാണ് വേണ്ടി കയറി പോകുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചത് നമുക്ക് പുറത്തുനിന്നാണ് കാണാൻ പറ്റുള്ളൂ. ടിക്കറ്റ് ഒക്കെ എടുക്കുന്നവർക്ക്, പക്ഷേ നമുക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും പോയി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ രാഷ്ട്രപതി ഭവൻ എത്തിയിരിക്കുകയാണ്. पार्लियामेंट, ओल्ड पार्लियामेंट, न्यू पार्लियामेंट। ओल्ड पार्लियामेंट ओल्ड। आप यहाँ पर आराम से 10-15 मिनट, आधा घंटा वेट करिए, घूमिए फिरिए, फोटो वोटो खींचिए और हमें ड्रॉप कर दीजिए। तो यहाँ रुकने नहीं देते। അതാണ് രാഷ്ട്രപതി മന്ദിരം. പഴയ പാർലമെന്റാണ് അത്. നമുക്ക് ഫോട്ടോയിലൊക്കെ കണ്ടില്ല, റൗണ്ട് ആയിട്ട്. അത് പഴയത്. അവിടെ കാണുന്നത് പറഞ്ഞുകൊണ്ട് പുതിയത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്നുള്ള വ്യൂ കാണിച്ചത്. ഇപ്പൊ നമുക്കൊരു 10-15 മിനിറ്റ് അലവായതുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രപതി ഭവനും ന്യൂ പാർലമെന്റും പഴയ പാർലമെന്റൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രപതി ഭവൻ? മുർമുറിനെ കാണണോ? മുർമുർ കാണണോ? അതാരടാ രോഹിത്തെ? അത് നമ്മുടെ സുഹൃത്താണല്ലേ? 10 മിനിറ്റ് ആ വീട്ടിലാണ് താമസിക്കണത്. അതെല്ലേ? കാണാൻ പറ്റില്ല. വെല്ലുമിച്ചി അല്ല, മുർമൂനെ കാണണോന്ന്? മുർമൂൻ ദ്രൗപതി മുർമുനെ കാണണോ? ആ, അപ്പോൾ നമ്മൾ ഖാൻ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഖാൻ മാർക്കറ്റ്. അപ്പോൾ അച്ഛനും വെല്ലുമിച്ചിയും അമ്മാമ്മയും ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഇതൊക്കെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി കറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ പൃഥ്വിരാജ് ലൈനിലെത്തിയിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ വീട് ഇവിടെയാണെന്ന് തോന്നുന്നു. ആരത്? എവിടെ? അല്ല, ഇവിടെ എവിടെയാ പുള്ളിയുടെ എന്താണ് ഉള്ളത്? പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രാജാവായിരുന്നു രാജഭരണകാലത്ത് ഡൽഹി ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ ഒരാളാണ് പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റോഡാണ് പൃഥ്വിരാജ് ലൈൻ. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഏതോ മാർക്കറ്റ്, ഖാൻ മാർക്കറ്റ്, പൃഥ്വിരാജ് ചൗഹാൻ മാർക്കറ്റ്. നമ്മളങ്ങനെ സരോജിനി മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. എന്താണ് സരോജിനി? നായിഡുവിന്റെ പേരിലുള്ള മാർക്കറ്റാണ്. സരോജിനി നായിഡുവിന്റെ പേരിലുള്ള മാർക്കറ്റാണ് സരോജിനി മാർക്കറ്റ്. കോക്കു വിചാരിച്ചു ഇത് ചോർ ബസാറാണെന്ന്. കോക്കുവിന് ഐഫോൺ മേടിക്കാന്ന് വിചാരിച്ചായിരിക്കായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നമ്മളിന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോവാണ്. നമ്മളിപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. ഒരു ലോഡ് സ്റ്റെപ്പുണ്ട്. ഇവിടെ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. 5:30-ക്കാണ്. ഇപ്പം 5 മണി ആവാറായി. കറക്റ്റ് 5:35 ട്രെയിൻ എടുത്തു. എന്തായാലും പക്ഷെ ഇനി പോകുമ്പോൾ സമയം വൈകിച്ചോളൂ. ടൈമിങ് കറക്റ്റാ. നമ്മൾ ട്രെയിനിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഇവർ ക്ലീൻ ചെയ്ത് തന്നു. സാദി ആണ് അതിൻ്റെ ഒരു നേതൃത്വം വഹിച്ചത്. സാദി ആരാ മോള്? ഇതിൻ്റെ ഒരു രീതി എന്ന് പറയാമോ? 139. 139. ഈ നമ്പർ നോക്കണ്ട, അതിൽ വിളിച്ചാൽ കിട്ടില്ല.
അതുകൊണ്ട് 139 വിളിക്കാം. കംപ്ലൈന്റ് നമ്മുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂ രജിസ്റ്റർ ചെയ്യാം. അത് നമുക്ക് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ നമ്പർ ചെയ്യണം. ഇത് പിന്നെ ആള് വരും, ഒരു റിട്ടേൺ കംപ്ലൈന്റ് വന്നാൽ രജിസ്റ്റർ ചെയ്യാം. ഒരു 15 മിനിറ്റ് നമ്മൾ ഈ സംഭവം സോൾവ് ചെയ്യും. 15 മിനിറ്റ് എടുത്തോളൂ. റിട്ടേൺ കംപ്ലൈന്റ് വേണം. അപ്പോൾ അതിൻ്റെ ഒരാൾ ഇവിടെ വന്നു ചോദിച്ചു. അതിനുശേഷം റിട്ടേൺ കംപ്ലൈന്റ് ഒരു ഫോം ഉണ്ടായി. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. നമ്മുടെ PR നമ്പർ, സീറ്റ് നമ്പർ കൊടുത്തു. ആള് വന്നു, പെറ്റീഷൻ വന്നു. അങ്ങനെ 4 മണിക്ക് എത്തേണ്ട ഗോവയിൽ നമ്മൾ 6:30 ആയപ്പോൾ എത്തിയിരിക്കുകയാണ്. 2 മണിക്ക് സ്ലോ ട്രെയിൻ. അപ്പോൾ നമ്മൾ 8:30 നമ്മൾ അവിടെ എത്തുള്ളൂ. ഇതാണ് മഡ് ഗോവ. ഇവിടെ ഒരുപാട് ഡ്രസ്സുകൾ എടുക്കണത്. ഇവിടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആലുവ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ 9:20 ആയപ്പോൾ നമ്മൾ ആലുവയിലെത്തി. 6:30 എത്തേണ്ട സ്ഥലം. കാല് വലിയ താത്തയും വേദനയും കാലിന്റെ അപ്പൊ നമ്മൾ മോദിമിത്ര, ജിനമിത്ര, ലോക്മിത്ര ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് നമ്മൾ കൊണ്ടുവന്നത് 2 എയർപോർട്ടാണ്. എല്ലാവർക്കും കൂടി നമ്മൾ ആപ്പിൾ എയർപോർട്ട് പ്രോ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 2 പേർക്കും കൂടി വെറും 15,000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. ജാക്കിന് ഈ പ്രോ പ്ലെയർ ആവുന്നതാണ് ജാക്ക് പറയുന്നത്. അയ്യോ കളഞ്ഞ് ഉണ്ണിയുടെ ഫോൺ വന്നു. പ്രോ പ്ലെയർ ആവുമ്പോൾ കുച്ചുണി. അപ്പൊ കാശ് നമ്മളങ്ങനെ ഡൽഹി ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസമായി വീട്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് ലേറ്റ് ആയിട്ട് ഇട്ടത്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയൊരു ട്രിപ്പായിരുന്നു. കാരണം ട്രെയിൻ നമുക്ക് ഇതായിരുന്നു. അപ്പോൾ വിചാരിച്ചു പിന്നെ പോകണ്ടെന്നൊക്കെ വിചാരിച്ച് അവസാനം ഫ്ലൈറ്റിൽ നമ്മൾ പോയി. 7,500 7,500 ഫ്ലൈറ്റ് ടിക്കറ്റാണ് നമ്മൾ എടുത്തത് ഡൽഹിക്ക് പോകാനായിട്ട്. പിന്നെ നമുക്ക് ഡൽഹി ഫുൾ ട്രിപ്പിനൊരു ഏകദേശം 8,500. അങ്ങനെ 16-17 രൂപ. പിന്നെ അവിടുത്തെ ഒരു എക്സ്പെൻസ് കൂടി ഒരു 18 രൂപ വെച്ച ഒരാൾക്ക് ചിലവായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചിലവായത് വെള്ളം കുടിക്കാനാണ്. വെള്ളത്തിന് നല്ല രീതിയിൽ കാശ് ചിലവായി. അപ്പോൾ ഒരു ഗംഭീര ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മളിനി ഇതേപോലെ ഒരുപാട് ട്രിപ്പുകളൊക്കെ ഇനി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമ്മളിനി എന്താ പറയുക, വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാ എപ്പിസോഡും കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഐബട്ടണിലും ഇൻസ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും